നമ്മൾ ഈ നാട്ടിൻപുറത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടി പുട്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ ചോറും കറികളും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണിക്കകം എൻ്റെ എല്ലാ വീട്ടുജോലിയും ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ പുട്ടുണ്ടാക്കി കഴിക്കാൻ, അതുപോലെ പപ്പടവും ചായയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിന് സ്കൂളുള്ളതുകൊണ്ട് കൊച്ചിന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് മഴക്കി എടുക്കുകയാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കലമൊക്കെ കഴുകി വെള്ളമൊക്കെ കൊണ്ടുവന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചക്ക കൂട്ടാൻ വെക്കാം. ആദ്യം തന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടമുക്കി പോയിട്ട് വന്നപ്പോഴത്തേക്കും മീനും പാലും ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പം മീൻ നമുക്ക് ചെറിയ ചൂരക്കുട്ടിയാണ്, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് ചക്കയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാണ്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കറി വെക്കാൻ വേണ്ടി ചക്കയൊക്കെ അങ്ങോട്ട് കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് ഞാൻ മാറ്റി വെച്ച് പാത്തിന് വറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ കുക്കറിലോട്ട് ചക്കയും കുറച്ച് ചക്കക്കുരും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്ത് ചക്ക വേകുന്ന സമയം കൊണ്ട് ഞാൻ മീനൊക്കെ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് ഗരം മസാലയും ഒക്കെ തേച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിന്ന് ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ടാണ് ഈ ധൃതി പിടിച്ചിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അരപ്പൊക്കെ കൂട്ടി നേരെ അടുപ്പിലോട്ടാക്കി കൊടുത്ത് മീനൊക്കെ വെട്ടി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബീൻസ് അരിഞ്ഞെടുത്തു, തോരന് വേണ്ടി എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതെല്ലാം അങ്ങോട്ട് നന്നാക്കി എടുത്തതിന് ശേഷം തോരന് വേണ്ടി അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് പറക്കി ഇങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ ഇതിനിടയ്ക്ക് റെഡിയായി. മീനും വറുത്ത് കോരി മാറ്റി വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ചക്കയ്ക്ക് ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം കറണ്ട് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ചക്ക വെന്തപ്പോഴത്തേക്കും അതിലേക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുത്തിയങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്, അതിലേക്ക് തലേന്നത്തെ കുറച്ച് മീൻകറിയും കൂടെ കുഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ കൊച്ചിനെ ഒരുക്കിയിട്ട് നമ്മൾ നേരെ ഇനി സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ മോളെ സ്കൂളിലോട്ട് ആക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം.